സമൂഹം ഇതിന് മറുപടി പറയട്ടെ. ഈ ബാലൻസ് ഉള്ള പൈസ എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ ഉള്ള ഈ ബാലൻസ് ഉള്ള പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. ഇത് ലവ് ഷോർ ഡിസബിൾ ആയ കുട്ടികൾക്ക് സംരക്ഷണവും സൗകര്യം ഒരുക്കി കൊടുക്കുന്ന 6ഓളം സ്ഥാപനങ്ങളിൽ ഒന്ന്. ഈ ബിൽഡിംഗ് കമ്മീഷൻ മുഷീത്ത് ലവ് ഷോർ വെൽഫെയർ വിങ്ങിന്റെ സഹകരണത്തോടെ സ്ഥാപിച്ചതാട്ടോ. കമ്മീഷൻ മുഷീത്ത് ലവ് ഷോർ വെൽഫെയർ കമ്മിറ്റി 10 വർഷത്തോളമായി ഈ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയിട്ട്. അസീറിലെ സുമനസ്സുകളിൽ നിന്ന് മാസാമാസം ചെറിയൊരു സംഖ്യ കളക്ട് ചെയ്തിട്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത്. ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ അസീറിലെ ക്ലബ്ബുകളും നല്ല പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവരെ കയ്യിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ വെച്ച് കമ്മീഷൻ മുഷീത്തിലെ ഫാൽക്കൺ ക്ലബ്ബ് അവരുടെ ധനസഹായം കൈമാറി. മേപ്പാടിയിൽ കുട്ടികൾക്കായി ഒരുക്കിയ പുതിയ സംവിധാനങ്ങളുടെ ഉദ്ഘാടനത്തോടൊപ്പം കമ്മീഷൻ മുഷീത്ത് വെൽഫെയർ കമ്മിറ്റി 1 കോടിയോളം രൂപ കൈമാറി. ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നവർക്ക് അവർ നൽകുന്നത് അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ്. അവരുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന അവരെ സഹായിക്കുന്ന ഓരോ വ്യക്തിയിലും എന്നും കാവലായി ഇരിക്കും. ഇനിയും നമ്മളെ സഹായിക്കാനുള്ള ഒരു മനസ്സിന് കൊടുക്കണേ പഠിച്ചോനെ. ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പഠിച്ചോനെ. ഓൾക്ക് ഓരോ കുടുംബത്തിനൊക്കെ ഈ ആരോഗ്യമുള്ള മനസ്സുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഈ പൂർത്തീകരിച്ച് കൊടുക്കണേ പഠിച്ചോനെ. ഇവർ വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങളെ ചേർത്ത് പിടിച്ചാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. കമ്മീഷൻ മുഷീത്ത് വെൽഫെയർ വിങ്ങിന്റെ കുടുംബ സംഗമം കൂടിയായിരുന്നു വേദി. ഇവിടുത്തെ കുട്ടികളുടെ ചെറിയ ചെറിയ കലാപ്രകടനങ്ങൾക്കൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ണൂർ കൊട്ടിപ്പാട്ട് ടീമിന്റെ നല്ല മനോഹരമായ കൊട്ടിപ്പാട്ടും ആസ്വദിച്ചിട്ടു. അപ്പൊ നിങ്ങൾ ഇത് കണ്ടില്ലേ ആ കുട്ടികളുടെ അവസ്ഥ? അങ്ങനെയുള്ള ഒരു കുട്ടി ഉള്ള ഓരോ രക്ഷിതാക്കൾക്കും മനസ്സിലാവും. മനസ്സിലല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ അതാണ് ഈ വീഡിയോ പ്രധാനമായി ചെയ്യാനുള്ള കാരണം. അതായത് ഈ സൗദി അറേബ്യയിൽ ഈ കമ്മീഷൻ വിഷയത്തില് ലവ് ഷോർ വെൽഫെയർ കമ്മിറ്റി നല്ലൊരു തുക കണ്ടെത്തുന്ന എങ്ങനെ വെച്ചാൽ ഈദ് ദിനങ്ങളിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു കളക്ഷനാണ് മെയിനായിട്ട് ഇവർക്ക് വർഷാവർഷം കിട്ടുന്നത്. അങ്ങനെ ഒരു കിട്ടിയ കളക്ഷനാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ 25 ലക്ഷത്തോളം രൂപ കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ ഒരു കളി നടക്കുന്ന സമയത്താണ് നമ്മളെ കോടമ്പുഴയിലെ അബ്ദുറഹീമിന്റെ ഫണ്ട് പിരിവ് നടക്കുന്നത്. ആ സമയത്ത് അതിന് പ്രാധാന്യം നൽകിയിട്ട് ഈ കുട്ടികളെ നോക്കണം കേട്ടോ. ഈ കുട്ടികളുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് അബ്ദുറഹീമിന്റെ ഉമ്മയുടെ കണ്ണീരിന് വില കൽപ്പിച്ച് അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടിട്ട് ആ ഗ്രൗണ്ടിൽ ആ കളി നടക്കുന്ന അവിടെ വെച്ചിട്ട് അബ്ദുറഹീമിന്റെ ഫണ്ടിലേക്ക് അവസാന നിമിഷത്തിൽ, അതായത് ഇവിടെ ഏതാണ്ട് 34 കോടി രൂപയിലേക്ക് എത്തി തുടങ്ങിയ സമയത്ത് കേട്ടോ, അത് വേണമെങ്കിൽ കറക്റ്റ് ടൈം എല്ലാം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ സമയത്താണ് ഈ ഫണ്ട് പിരിക്കുന്നത്. ഈ ഫണ്ട് പിരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഫണ്ട് ക്ലിയറായി. ഇവിടെ 34 കോടിയിൽ അതിൽ അപ്പുറം കോടികൾ എത്തി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വേണം? അബ്ദുറഹീമിന്റെ ഫണ്ടിലേക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പൈസ അവിടെ ഹോൾഡ് ചെയ്തു. ആ ഹോൾഡ് ചെയ്യുന്ന ഇപ്പം 2 വർഷം കഴിഞ്ഞു. 2 അല്ല കേട്ടോ, അതിലപ്പുറമായി. ഇന്ന് വരെ ആ പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് ആ കമ്മിറ്റിയിലെ ഏതാനും വ്യക്തികൾ തീരുമാനം എടുത്തിട്ടേ ഇല്ല. അവർ വാശി പിടിക്കുകയാണ്. അപ്പോൾ ഈ പണം ഫണ്ടിലേക്ക് ഇനി ആവശ്യമില്ല എന്ന് വന്നപ്പം അന്നൊരു തീരുമാനം എടുത്തിരുന്നു. ഞാനും അതിലുണ്ടായിരുന്നു, ഞാൻ ആദ്യത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ തീരുമാനിച്ചാൽ ലവ് ഷോർ കമ്മിറ്റിക്ക് കുറച്ച് പൈസ കൊടുക്കുക, ബാക്കി പൈസ അവിടെ പിന്നെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു നിൽക്കുന്ന ഇടയിൽ ഒരു തീരുമാനം വന്നു പെട്ടെന്ന്. അത് അബ്ദുറഹീം ഇറങ്ങിയിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതെന്തിനർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇവിടെ കോടികൾ ബാക്കിയുണ്ട്. എല്ലാ തന്നെ ദുനിയാവിന്റെ പല ഭാഗത്തും പൈസ ബാക്കി കിടക്കുന്നുണ്ട്. അതൊക്കെ കിടക്കെ തന്നെ ഈ ഒരു ചെറിയ സംഖ്യ, എന്തോ ഒരു 10-16 റിയാലാണ്. ആ പൈസ എന്തിനു വേണ്ടി പിടിച്ച് അവിടെ തന്നെ പെട്ടിയിൽ വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ആ പൈസ ഒന്നും ചെയ്യാതെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. കയ്യിൽ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ കയ്യിൽ വെച്ചിരിക്കുന്നതിനെ കൊണ്ടല്ല കുഴപ്പം, അത് ചെലവാക്കാനാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഇരിക്കുന്നതിനെ കൊണ്ടാണ് പൈസക്ക് ആളുകൾ ഒച്ചയുണ്ടാക്കുന്നത് എന്നുള്ള ധാരണ അല്ല. അത് ഒഴിവാക്കുക. നിങ്ങൾ എന്താ വെച്ചാൽ ഈ പൈസ പെട്ടിയിൽ വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്നുകിൽ നിങ്ങളെ അർഹതപ്പെട്ടവർക്ക് ചെലവഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ലവ് ഷോറിലെ കുട്ടികളുടെ ആ കളക്ഷനിൽ നിന്നാണ് അവർക്ക് കിട്ടേണ്ട കളക്ഷനാണ് അബ്ദുറഹീമിന്റെ കളക്ഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, റമദാനില് സക്കാത്തും സദക്കയും ഒക്കെ ആയിട്ട് പല രീതിയിലും കുറെ പാവങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഫണ്ടാണ് കോടിക്കണക്കിന് രൂപ അബ്ദുറഹീമിന്റെ ഫണ്ടിലേക്ക് വന്നത്. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഇന്ന് ബാലൻസ് വന്ന പൈസ എല്ലാവരും കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് പറയുന്നവരെ കടന്നാക്രമിക്കുക ചില ആളുകൾ വേണ്ടാത്ത രീതിയിൽ. എന്താണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത പോലുമില്ല. അപ്പൊ ഞാനിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ലവ് ഷോർ കമ്മിറ്റിയുടെ ഫുട്ബോൾ ടൂർണമെന്റിൽ വെച്ച് നടത്തി പിരിച്ച പൈസ പുറത്തൊന്നും പിരിച്ചിരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ വെച്ചിട്ട് ആ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടിയിരുന്ന കളക്ഷനാണ് ഈ അബ്ദുറഹീമിന്റെ ഫണ്ടിലേക്ക് പോയത്. അതിന്റെ ഭാഗമായിട്ട് ഈ പണം അബ്ദുറഹീമിന്റെ ഫണ്ടിലേക്ക് ഇനി ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളത് ലവ് ഷോറിലേക്ക് കൊടുക്കുക. അത് അസീറിലേക്ക് ജയിലിൽ കിടക്കുന്ന എത്രയോ പേരുണ്ട്, നാട്ടിൽ പോകാൻ ടിക്കറ്റ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ പൈസന്റെ ഇടപാടിന്റെ കാര്യത്തിൽ പെട്ടവര്, ഇതൊക്കെ ഉണ്ടാവും. നിരവധി പ്രശ്നങ്ങളിൽ പെട്ട പ്രവാസികളുണ്ട്.
ഗൾഫുകാരുടെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് 10-30 കൊല്ലം കൊണ്ട് ശരിക്കും അറിഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇതിന് അർഹതപ്പെട്ട ആളുകളുണ്ട്. നിങ്ങൾ അവരുടെ കയ്യിലേക്ക് എത്തിക്കുക. അത് അങ്ങനെ ചെയ്യാൻ പറയുന്നവരെ നിങ്ങൾ വെറുതെ ആക്രമിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായി? ആ പൈസ അവിടെ പെട്ടിയിൽ വെച്ചിട്ടും കാര്യമില്ല. അത് നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന് നിങ്ങൾ ആരെ കയ്യിലുണ്ട് എന്നുള്ളതല്ല, വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് എന്റെ ഈ ഒരു ഇതിന് നിങ്ങൾ ജനങ്ങൾ മറുപടി പറയണം. അബ്ദുറഹീമിന്റെ വേണ്ടി പിരിച്ച ഫണ്ട്, അബ്ദുറഹീമിന്റെ ആവശ്യം കഴിഞ്ഞു, അയാൾ ആരോഗ്യവാനാണ്, ദൈവം സഹായിച്ച് നല്ലൊരു ജോലി ചെയ്യാനുള്ള ആരോഗ്യം, എന്താ പറയാ, ഇജ്ജത്തൊക്കെ അയാൾക്കുണ്ട്. അയാൾ ജോലി ജീവിച്ചോളൂ. നിങ്ങൾ ആരാളെ ഇടങ്ങാതാക്കാനോ മറ്റുള്ള ബുദ്ധിമുട്ടിക്കാനോ പോണ്ട. നിങ്ങൾ ആ ഫണ്ട്, ഇതിന് മുമ്പ് ഒരുപാട് ആളുകൾ ഇത്തരം കേസുകളിൽ പെട്ടിട്ട് പിന്നെ ഫണ്ട് കൊടുത്തിട്ടും അല്ലാതെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വന്നവരുണ്ട്. അവരൊക്കെ ഇവിടെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ ആ വഴിക്ക് പോയിക്കോട്ടെ. നിങ്ങൾ സമൂഹം ഇതിന് അഭിപ്രായം പറയണം, മറുപടി. അവർക്ക് ഇത് പറയുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. പല രീതിയിൽ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പല രീതിയിൽ അപവാദം നടത്തിക്കൊണ്ട് അപരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പം സമൂഹം ഇതിന് മറുപടി പറയട്ടെ. ഈ ബാലൻസ് ഉള്ള പൈസ എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ ഉള്ള ഈ ബാലൻസ് ഉള്ള പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം.